ഈ സൈഡിലോട്ട് തിരിക്കണം സർ. ഓക്കെ. ഓക്കെ. ഫ്രണ്ടിലേക്ക് അല്ലേ? ആ സൈഡിലോട്ട്. ആ ഓൾവേസ് അങ്ങോട്ട് ആ സൈഡിലോട്ട് തിരിക്കണം മാം. ഓക്കെ. ഓക്കെ. ബാക്കിലോട്ട് തിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ മേളിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബോബിൻ സ്റ്റാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ബോബിൻ വെക്കാൻ വേണ്ടി. ഓക്കെ. പിന്നെ അതുപോലെ ബോബിൻ സ്റ്റോപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ബോബിൻ സ്റ്റോപ്പർ എന്തിനാ പറയുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ ബോബിൻ വെച്ചു. ഈ സ്റ്റാൻഡിലോട്ട് വെച്ചു. ഉം. ഇപ്പം ബോബിൻ ഫിൽ ചെയ്യുന്ന സമയത്ത് പല പ്രാവശ്യം ഇതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ പിന്നെ അത് ഇണങ്ങത്തില്ല. ബോബിൻ നല്ല സ്പീഡിലാണ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഓ- ഇത് ബോബിൻ സ്റ്റോപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ ഇതിന് ബോബിൻ സ്റ്റോപ്പറാണ് പറയുന്നത്. ആ അതുപോലെ തന്നെ ഇവിടെ ഇത് കാണാൻ പറ്റുന്നുണ്ടായി. ആ, ഇതിനാ പറയുന്നത് പാറ്റേൺ ഡയലർ. ഓക്കെ. പാറ്റേൺ ഡയലർ കുറേ ഇഷ്ടംപോലെ പാറ്റേൺസ് ആയിട്ട് കാണാൻ പറ്റുന്നു. ബ്ലൂവും പിന്നെ ബ്ലാക്കും. ഉം. ഓക്കെ. സോ ഇതിനകത്ത് ആദ്യം നിങ്ങൾ ബ്ലാക്ക് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ആ പിന്നെ അത് കഴിഞ്ഞ് ബ്ലൂ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഡൗട്ട് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ബ്ലൂ പാറ്റേൺ ഇങ്ങനെ യൂസ് ചെയ്യും, ബ്ലാക്ക് പാറ്റേൺ ഇങ്ങനെ യൂസ് ചെയ്യും. അത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും മാം. ഉം. ഇതിനകത്ത് ലെങ്ത്തിനകത്ത് നോക്കുവാണെങ്കിൽ ഉം. ഇവിടെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് പാറ്റേണിന് വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഇവിടെ S1 ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ആ യെസ്. ആ അതാ കൊടുത്തിരിക്കുന്നത് മാത്രം ബ്ലൂ പാറ്റേൺ യൂസ് ചെയ്യാൻ വേണ്ടി സമയത്ത്. എസ് കൊടുക്കുന്ന മാത്രം അല്ലേ? എസ്. മാത്രം കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് പാറ്റേൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് ലെങ്ത് ആയിട്ട് കൂട്ടി ഉം. വെക്കാം. ഉം. പക്ഷെ ബ്ലൂവിനകത്ത് അത് കൊടുത്തിട്ടില്ല. ഇല്ല. സോ അതുപോലെ ബ്ലാക്കിൽ മാത്രം ലെങ്ത് ഇപ്പൊ ഏതെങ്കിലും പാറ്റേൺ എടുക്കുവാണെങ്കിൽ ഇപ്പൊ സിഗ്സാഗ് പാറ്റേൺ എടുക്കുവാണെങ്കിൽ അതിനകത്ത് മാഡമിന്റെ ഇഷ്ടം പോലെ തന്നെ ലെങ്ത് കൊടുക്കാം. പക്ഷേ ബ്ലൂ പാറ്റേണിനകത്ത് കൊടുക്കാൻ പറ്റില്ല. ബ്ലൂവിനകത്ത് ലെങ്ത് കൊടുത്തിട്ടില്ല. ആ സോ അതുകൊണ്ട് ഇതിനെ ലെങ്ത് ബ്ലൂവിന് വേണ്ടി S1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിൽ 0 വെക്കാൻ പറ്റത്തില്ല. ആ 0 വെച്ചാല് പിന്നെ മെഷീൻ ചലിക്കത്തില്ല. അല്ലെങ്കിൽ ആ സെയിം സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ഓക്കെ. ത്രെഡ് ഈ ബോബിൻ കേസിനകത്ത് തന്നെ അത് സ്റ്റക്ക് ആയിട്ട് കിടക്കും. ഉം. അതുകൊണ്ട് അത് 0 വെക്കല്ലേ. പക്ഷേ 0.5 വെക്കാം. ഉം. 1, 2, 3, 4 മാഡമിന്റെ ഇഷ്ടം പോലെ തന്നെ വെക്കാം. അതുപോലെ ഓക്കെ. തന്നെ ഇത് റിവേഴ്സ്. ഉം. പണ്ടത്തെ മോഡലിനകത്ത് റിവേഴ്സ് പറഞ്ഞാല് ഇപ്പൊ മാഡം ഒരു തുണി തയ്ക്കുന്ന സമയത്ത് ഒരു സ്റ്റിച്ച് എടുത്തു. ഉം. അപ്പൊ മാഡം പറയുന്നത് എനിക്ക് വേറൊരു പ്രാവശ്യം കൂടെ അതിന്റെ സെയിം സ്റ്റിച്ച് എടുക്കണം. നീ പണ്ടത്തെ മോഡലിനകത്ത് ഇങ്ങനെയായിരുന്നു. ആദ്യം തുണി എടുത്ത് ഒരു സ്റ്റിച്ച് എടുത്തിട്ട് തുണി എടുത്തിട്ട് പിന്നെ ആ വെക്കുവാണ്. അങ്ങനെയല്ലായിരുന്നോ? അതെ. ഇപ്പൊ കമ്പനി എന്താ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഉം. ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിനെ പ്രസ് ചെയ്താ വെച്ചാ മതി. ഉം. ഫുട് പാഡിലോട്ട് പിന്നെ ചവിട്ടിയാൽ മതി. ഓട്ടോമാറ്റിക് ബാക്കിലോട്ട് വന്നോളും. ഇതിനാ പറയുന്നത് റിവേഴ്സ്. ഓക്കെ. അതുകൊണ്ട് ഇത് ഓക്കെ. പ്രസ് ചെയ്യുന്ന മീൻസ് റിവേഴ്സ് ചെയ്യുന്ന നല്ലതായിട്ട് പിടിച്ചു വെക്കണം. അതങ്ങനെയല്ല ജസ്റ്റ് വിട്ടിട്ട് പിന്നെ അങ്ങനൊന്നുമില്ല. ഇതിങ്ങനെ പിടിച്ചു വെക്കണം അന്നേരം റിവേഴ്സ് ആകത്തുള്ളൂ. ഓക്കെ. അതിനകത്ത് റിവേഴ്സ് കൊടുത്തിരിക്കുന്ന പിന്നെ ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ടെൻഷൻ ഡയലർ. ഈ ടെൻഷൻ ഡയലറും പിന്നെ ലെങ്ത്തും ഉം. ഈ 2ഉം മെയിൻ ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ. ലെങ്ത് ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഇപ്പൊ ടെൻഷൻ ഡയലർ പറഞ്ഞാൽ ഇപ്പൊ എത്രയിലായിരിക്കുന്നത് ഈ ടെൻഷൻ ഡയലർ? ഫോറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ടെൻഷൻ ഡയലർ 4 എന്തിനായിരിക്കുന്നത്? ബേസിക് ആണ്. ബേസിക് പറഞ്ഞാൽ ഇതിനകത്ത് ലൂസ് ഉണ്ട് പിന്നെ ടൈറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പൊ മാഡം തുണി തയ്ക്കുന്നു. അപ്പൊ ഉം. തുണി തയ്ക്കുന്ന സമയത്ത് നല്ലതായിട്ട് സ്റ്റിച്ചിങ് വരുന്നില്ല. കാരണം അത് നൂല് ഇച്ചിരി നല്ലതായിട്ട് വരുന്നില്ല. കാരണം ഇച്ചിരി കൂടുതൽ ലൂസ് ആയിട്ടുണ്ട്. ഓക്കെ. അത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഇപ്പൊ ഇത് കണ്ടോ? ഈ മേലത്തെ പോർഷൻ ആ കണ്ടോ? ആ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ 4ൽ ഇരുന്ന സമയത്ത് ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ് സമയത്ത് ഇങ്ങനെ വരുവാണെങ്കിൽ ആ അപ്പം എന്താ ചെയ്യേണ്ടേ? ഇത് ലൂസാണ്. ഇത് കൂടുതൽ ലൂസാണ്. അതുകൊണ്ട് ടെൻഷൻ ടൈലർ നേരെ 5ലോട്ട് വെക്കണം. ഓക്കെ. ബിക്കോസ് ടെൻഷൻ ടൈലർ തുണി തയ്ക്കുന്ന സമയത്ത് അത് ലൂസായിരുന്നു. ഓക്കെ. സോ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ സ്റ്റിച്ചിങ് ടൈറ്റ് ആയിട്ട് വരുവാണെങ്കിൽ തുണി ഇങ്ങനെ ആയിട്ട് വരും. ജസ്റ്റ് അതിന്റെ വേറെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ഇതുപോലെ തന്നെ ഇങ്ങനെയായിരിക്കും. ഈ ആ പോർഷൻ ആ കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. ആ ഇതിനകത്ത് ചെറിയ ചെറിയ പോലെ ഇങ്ങനെ ആയിട്ട് എങ്കില് തുണി ഇങ്ങനെ മടക്കിയിരിക്കും. ചുരുങ്ങി കാരണം ചുരുങ്ങി വരും അല്ലേ? അതെ. അതുകൊണ്ട് ഇത് ടെൻഷൻ ഡയലർ കുറയ്ക്കണം. ടെൻഷൻ ഡയലർ പറഞ്ഞാൽ 4 ലോഡ് വെക്കാം. 3, 3, 2, 1 പക്ഷേ ഇതിനകത്ത് 0 വെക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഓക്കെ. സോ ഇതിനകത്ത് ലെങ്ത്തിലും 0 വെക്കാൻ പറ്റത്തില്ല. ടെൻഷൻ ഡയലറിലും 0 വെക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഓക്കെ. സോ അതുപോലെ തന്നെ ആദ്യം ഞങ്ങൾ ബോബിൻ ഫിൽ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ ഇതിനകത്ത്? ആ ബോബിൻ ഫിൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ അതുപോലെ തന്നെ മാഡമിന്റെ ഇഷ്ടം പോലെ തന്നെ ഏതിൽ 2ൽ 1 വെച്ചാൽ മതി. മാഡം ഓൾറെഡി അറിയായിരിക്കും.
ഈ ഉം. ഈ നൂല് ഈ രണ്ടിനകത്ത് ഏതിലും ഇഷ്ടം പോലെ മാഡമിൻ്റെ ഇഷ്ടം പോലെ വെച്ചാൽ മതി. ഓക്കെ. അത് ഞാൻ ബോബിൻ ഫിൽ ചെയ്തോട്ടെ മാം. ജസ്റ്റ് ഫോർ സെക്കൻഡ്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ബോബിനാണോ ഫിൽ ചെയ്തത്? ഇവിടുന്ന് അതെ. നൂലെടുത്തിട്ട് ആ. ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത്. എക്സ് എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് 3 പ്രാവശ്യം ഇങ്ങനെ ചുരുക്കിയിട്ട് പിന്നെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഫുട് പെഡലിലോട്ട് ഞാൻ ഉം. ഓക്കെ. അവിടെ കട്ട് ഓക്കെ. ചെയ്യാൻ. കട്ട്. ഇത് വലിയ കാണാം. ഓക്കെ. ഓഡിയോ മ്യൂട്ടാണോ? ഓഡിയോ മ്യൂട്ട്. ഓഡിയോ കിട്ടുന്നില്ല. ഓക്കെ. സോ ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ആ. ഇവിടെ ഒരു ചെറുതായിട്ടൊരു കട്ടുണ്ട്. ആ കട്ടിന്റെ ആ. അകത്ത് നിന്ന് വെയിറ്റ് പോകണമെങ്കിൽ അത് മേലോട്ട് വെക്കണം മാം. താഴോട്ടല്ല, അത് മേലോട്ട് വെച്ചിട്ട് ഉം. ഇതുപോലെ തന്നെ ആയിരിക്കും മാം. ഓക്കെ. ഓക്കെ. സോ അതുപോലെ തന്നെ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ഉം. ഇതിനെ ഓപ്പൺ ചെയ്യണം. ആക്സസറി ബോക്സ് ഓപ്പൺ ചെയ്തല്ലോ. ഓക്കെ. ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നൂല് പുറത്തോട്ട് ഇരിക്കട്ടെ മാം. ഓക്കെ. നൂല് പുറത്തോട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തിങ്ങനെ അടിച്ചാൽ മതി മാം. ഇത് കറക്റ്റ് ആയിട്ട് ബോബൻ ഇതിൽ സെറ്റിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ വീല് കറക്കി കൊടുക്കണോ? വീലിലൂടെ കറക്കണം മാം. കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ചേഞ്ച് ചെയ്ത് കാണിച്ചു. കാണും. ഇതുപോലെ തന്നെ ആയിരിക്കും മാം. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ ശരിക്കും ഗ്യാപ്പായിട്ട് ഇവിടെ മേലോട്ട് ഒരു ചെറിയ ഗ്യാപ്പായിട്ട് കാണാൻ പറ്റും. എന്താണ്? ഇവിടെ മേലോട്ട് നോക്കണേ. എൻ്റെ ഈ വെള്ളം ഇവിടെ നോക്കണേ. ഒരു ചെറുത് ഹോളായിട്ട് ഇവിടെ പോർഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ തന്നെ വരണം മാഡമിൻ്റെ അവിടെ ആക്സസറിനകത്ത്. ആ പോർഷനിലാണ്, പക്ഷെ അത് അകത്തോട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നില്ല. കാണിക്കോ എനിക്ക് അകത്തുനിന്ന്? Yeah. എനിക്ക് ക്ലിയർ ഇല്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇച്ചിരി ഫോഴ്സ്ഫുള്ളി അത് പ്രസ് ചെയ്തേ മാം. ഇതിപ്പോ മേളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ. അത് നല്ലതായിട്ട് ഫോഴ്സ്ഫുള്ളി അത് പ്രസ് ചെയ്തോളൂ. പ്രസ് ചെയ്താൽ മതിയോ? പ്രസ് ചെയ്യണം മാം. നല്ലതായിട്ട് പ്രസ് ചെയ്യണം മാം. ഇല്ല. ഓക്കെ. പോകുന്നില്ല അല്ലേ? ഇല്ല. ഓക്കെ. അതിനെ ഇറക്കിക്കേ മാം. ബോബിനെ അടുത്ത്
ബോബിൻ എടുത്തോളൂ. ആദ്യം എനിക്ക് സൂമായിട്ട് കാണിക്കാവോ? ഓക്കെ. ഓക്കെ. കറക്റ്റ് ആണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ചെയ്യുന്ന പോലെ പിന്നെ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഈ പോയിന്റിലൂടെ വന്നു. ഓക്കെ. എന്നിട്ട് പ്രസ് ചെയ്താൽ മതിയോ അകത്തേക്ക്? ഓക്കെ. ഒരു അകത്ത് വെക്കുന്ന സമയത്ത് എന്തേലും ഇതുപോലെ തന്നെ ഈ പോർഷൻ ഇപ്പൊ അകത്താണ് ഇരിക്കുന്നത്, അത് പുറത്തോട്ടാണ് ഇരിക്കുന്നത്? പുറത്തോട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണോ? ആ, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് ഊരി വരുന്നുണ്ട്. ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ 2 കൈ കൊണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ പുറത്തോട്ട് പോകുന്നില്ല, അകത്തോട്ട് പോകുന്നില്ല? ഇല്ല. അത് ഈ വീല് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? അത് ഹാൻഡ് വീൽ കൊണ്ട് ചെയ്യണം, പക്ഷേ കറക്റ്റ് പൊസിഷൻ അല്ലോണം ഇരിക്കുന്നത് പക്ഷേ ഇപ്പം. ഓക്കെ, ഹാൻഡ് വീൽ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചു മാം. ഓക്കെ. 2-3 പ്രാവശ്യം കൂടെ തിരിച്ചു മാം. ഇല്ല, ബോബൻ അവിടെ സെറ്റ് ആവണില്ല. ഓക്കെ, ബോബിനെ എടുത്തോളൂ. ആദ്യം ബോബിനെ എടുത്തിട്ട് പിന്നെ ഇത് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതുകൂടെ ഫുട്ട് താഴോട്ട് വെച്ചോളൂ മാം. ബാക്കിലോർ ഫുഡ് താഴോട്ട് വെക്കണോ? ആ അത് ഓക്കെ. താഴോട്ട് വെച്ചോളൂ. ആ ഇനി ഇനി ഹാൻഡ് അത് ബോബിനെ എടുത്തിട്ട് ബോബിനെ എടുത്തോളൂ. ആ ആ, ഇനി ഹാൻഡ് വീൽ തിരിച്ച് മാം. അതിന് കറക്കിക്ക്. ഒന്ന് 2 വട്ടം കറക്കിയാൽ മതിയോ? അതെ മാം. ഓക്കെ. ഇപ്പൊ ശരിക്കും എൻ്റെ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഒരു താഴത്തെ മേലത്തെ സൂചി ഇതിൻ്റെ അകത്തോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറ നോക്കുവാണെങ്കിൽ. ഇതിപ്പോ നീഡിൽ എന്റേത് നീഡിലും മുകളിലേക്കാ ഇരിക്കുന്നേ. ഓക്കെ, നീഡിൽ താഴോട്ട് വരട്ടെ മാം. യാ, നീഡിലകത്തുണ്ട്. ശരിക്കും ഇതുപോലെ തന്നെയാണോ വന്നിരിക്കുന്നത്? അതെ ഇനി അതെ അതെ അതെ. ആ നീഡിൽ വന്ന് അവിടെ മുട്ടിയിട്ടുണ്ട്. ആ ഇനിയും ട്രൈ ചെയ്ത് ബോബിൻ അതിൻ്റെ അകത്ത് വെച്ച് മാം. യെസ്. ഇപ്പൊ ആ ഒരു 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 ടിക്കുന്നൊരു സൗണ്ടോട് കൂടി ആ അത് അകത്തേക്കാവും. ഫിറ്റ് ആയി. അപ്പൊ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ. ഇതിനടിച്ചിട്ട് ഇനി ഇതിനകത്തുനിന്ന് ആദ്യം സൂചി ഇതിനകത്ത് ഇൻസ്റ്റാൾ സെറ്റ് ചെയ്യണം മാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. ഇവിടുന്ന് ഓക്കെ ബാക്ക് നൂല് എടുക്കട്ടെ. ഓക്കെ, ബാക്കിൽ നിന്ന് ഞാൻ നൂലെടുത്തിട്ട് ആ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അടിയിൽ നിന്ന് താഴ്ന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് എടുക്കണം. ഓക്കെ ഓക്കെ എടുത്തു. ഓക്കെ, ഇതുപോലെ തന്നെയാണോ? അതെ. ഓക്കെ, ഇനി ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ ഈ ലൈൻ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ ആ. കൊണ്ടുവരട്ടെ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 2, ആ. പിന്നെ ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഈ 3 വന്നിട്ട് മേലോട്ട് വെക്കണം. മേലോട്ട് വെച്ചിട്ട് ഇവിടെ സൈഡിലോട്ട് പിടിച്ച് വെക്കണം. പിന്നെ ഹാൻഡ് വീൽ കൊണ്ട് അത് തിരിക്കണം. എന്തിനാ പറയുന്നത്? അതിപ്പോൾ ഇവിടെ നോക്കണേ. ആ. ഇപ്പോൾ മേലോട്ട് റോഡ് പോലെ സംഭവം മേലോട്ട് ആ. വരുമായിരിക്കും. ആ. കണ്ടോ, ഇത് വന്നിട്ടുണ്ട്. ഇത് ആ. മേലോട്ട് വരണം. ഇത് വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ശരിക്കും അകത്തുനിന്ന് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിനകത്താക്കിട്ട് ഇങ്ങനെ കയറ്റിട്ട് താഴോട്ട് വെക്കണം മാം. പക്ഷേ മാം ഓക്കെ, അതുപോലെ തന്നെ ഇനി
ഇവിടെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഈ പോർഷൻ ഇല്ലേ, ഉം, ഉം. ഈ പോർഷനകത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വെക്കണം മാം. അതുപോലെ തന്നെ നീഡിലിനകത്ത് ത്രെഡ് ഫ്രണ്ടിൽ നിന്ന് എടുക്കണം, ബാക്കിൽ നിന്ന് എടുക്കല്ലേ, ഫ്രണ്ടിൽ നിന്ന് എടുക്കണ്ടേ. ഫ്രണ്ടിൽ നിന്ന് അല്ലേ? ഓക്കെ. അതെ. ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് നിങ്ങൾക്ക് ത്രെഡ് എടുക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. ഹാൻഡ് വീൽ കൊണ്ട് അത് തിരിക്കണം. അത് ഈ ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുന്ന പോലെ നോക്കണം. ഇപ്പം എൻ്റെ സൂചി മേലോട്ടായിരിക്കുന്നത്. ഓക്കെ. ഉം, ഉം, ഞാൻ ഈ കൈ കൊണ്ട് ത്രെഡ് ഞാൻ പിടിച്ചു വെച്ചിട്ട് ഞാൻ ഹാൻഡ് വീൽ തിരിക്കുവാണ്. അപ്പോൾ ഉം, ഒരു പ്രാവശ്യം നീഡിൽ താഴോട്ട് പോയി, ഉം. ത്രെഡ് താഴോട്ട് പോയിട്ട് പിന്നെ മേലോട്ട് വരും മാം. അപ്പോൾ അവിടെ ഓൾറെഡി നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആ ത്രെഡ് ഓൾറെഡി താഴോട്ട്, ഉം. അതിനെ മേലോട്ട് വെച്ചിട്ട് ഈ ത്രെഡ് കൊണ്ട് വലിച്ചിട്ട് ഇപ്പം നോക്കുവാണെങ്കിൽ ഓക്കെ. ഇങ്ങനെ വരണം മാം. ഇങ്ങനെ വന്നിട്ട് കൈ കൊണ്ടോ എടുത്തോളൂ പിന്നെ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ. ഉം. ഇല്ല, വന്നിട്ടില്ല. ഓക്കെ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം മാം. ഹാൻഡ് വീലും ടൈറ്റ് ആയി. ഹാൻഡ് വീൽ ടൈറ്റായോ? അതെ, ഫ്രണ്ടിലേക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അപ്പുറത്തെ സൈഡിലോട്ട് ട്രൈ ചെയ്തേ. തിരിച്ചോ? ആ പിന്നിലേക്ക്. അതെ. ഓക്കെ, വരുന്നുണ്ട്. ബോബിനിൽ നിന്നുള്ള നൂല് വരുന്നില്ലല്ലോ. ഓക്കെ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ട്രൈ ചെയ്ത് കാണിക്കും മാം. ഓക്കെ, അന്നേരം ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നതാണെങ്കിൽ അതുപോലെ തന്നെ. ഓക്കെ. സോ ഞാൻ ഈ കൈ കൊണ്ട് ഞാൻ ത്രെഡ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ. ഉം. അപ്പോൾ ഈ ഹാൻഡ് വീൽ നോക്കണം മാം. ഞാൻ ഹാൻഡ് വീൽ നീഡിൽ ഇപ്പം മേലോട്ടായിരിക്കുന്നത്. ഒരു പ്രാവശ്യം നീഡിൽ താഴോട്ട് പോയിട്ട് ഉം. അത് പോയിട്ട് പിന്നെ മേലോട്ട് പിന്നെ വരും മാം. ഓക്കെ. നീഡിൽ താഴോട്ട് പോയി മേലോട്ട് വന്നിട്ട് ഇങ്ങനെ പിന്നെ ആ കൈ കൊണ്ട് തന്നെ ആ ത്രെഡ് ഇങ്ങനെ മേലോട്ട് എടുത്താൽ മതി. അത് പിന്നെ അങ്ങനെ വന്നോളൂ മാം. ട്രൈ ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എൻ്റെ ത്രെഡ് സ്റ്റക്കായി പോയി. താഴെ പോട്ടെ, താഴെ പോകുന്നില്ല. താഴെ പോട്ടെ. ഇല്ല, എനിക്ക് മേളിലത്തെ നൂല് തന്നെയാണ് പിന്നെ നീണ്ടു വരുന്നത്. ഓക്കെ. ബോബൻ എടുത്ത് നോക്കണോ? ഓക്കെ മാം, ട്രൈ ചെയ്ത് ആദ്യം ഒരു കാര്യം ചെയ്തേ. ആദ്യം ബോബിന് എടുത്തിട്ട് പിന്നെ ട്രൈ ചെയ്യും മാം. എനിക്കത് ബോബിൻ ശരിക്കും ഫിറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ അത് അതെ, എനിക്ക് അതെ, അതെ. നൂല്. ബോബൻ വെളിയിലേക്ക് വന്ന് കിടക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ ഞാനിത് നീഡിൽ നിന്ന് ത്രെഡ് മാറ്റണ്ടേ, എന്നിട്ടല്ലേ ഇനി വെക്കാൻ? ഇല്ല, നീഡിലിന് ത്രെഡ് മാറ്റണ്ട. നീഡിൽ അതിനകത്ത് ഇരിക്കട്ടെ. അകത്തായിട്ട് നൂല് കുറച്ച് സൗണ്ട് കേട്ടോ.
വ്യക്തിഗത ഓക്കെ. ഉം. ആ വന്നു വന്നിട്ടുണ്ട്. വന്നു വന്നു വന്നു. വന്നു. ഓക്കെ. അപ്പം കൈകൊണ്ട് തന്നെ അത് എടുത്തോളൂ പിന്നെ. ഓക്കെ. ഉം. വന്നു. ഉം. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് മെയിൻ ആണ്. ഇത് നോക്കണേ. ഇപ്പൊ ഈ ഫുട്ടിന്റെ മേലോട്ട് വച്ചിട്ട് ഓക്കെ ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ് എൻ്റെ ഫുട്ട് ഇച്ചിരി ഇറങ്ങി പോയിട്ടുണ്ട് സർ. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ നോക്കുവാണെങ്കിൽ എൻ്റെ ഈ ഓറഞ്ച് താഴെ നിങ്ങൾ ത്രെഡ് എടുത്തില്ലേ, ഉം. അത് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിരിക്കും മാം. ഓക്കെ. സോ ആ. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഇത് ബാക്കിലോട്ട് വെച്ചോളൂ. ഓക്കെ. സോ മേലത്തെ നീഡിൽ സൂയിന്ന് വരുന്ന ത്രെഡ്, നീഡിലിനകത്ത് വരുന്ന ത്രെഡ് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലോട്ട് വെച്ചോളൂ. ആ ഓക്കെ. ബാക്കിലേക്ക്. ഓക്കെ. രണ്ടും ബാക്കിലേക്കായിരുന്നു. അതെ. പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഓൾവേസ് ത്രെഡ് ഇത്ര ഇരിക്കണം മാം ബാക്കിൽ. ഓക്കെ. ആ. ഓക്കെ. ആദ്യം കട്ട് ബാക്കിലോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ട്രൈ ചെയ്യുക. അതിന് തുണി തയ്ക്കാം മാം. അത് ഈ പാറ്റേൺ എടുത്തോളൂ. സ്ട്രേറ്റ് പാറ്റേൺ എടുത്തോളൂ. പാറ്റേൺ എടുത്തോളൂ മാം. ഇപ്പൊ പറഞ്ഞു തരാം. ആ സ്ട്രെയിറ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ. ലെന്ത് ഏതിലാ ഇരിക്കുന്നത്? ലെങ്ത് 2നും 3ക്കും ആ ഇടയ്ക്കാണ്. ഓക്കെ. ഒരു കാര്യം ഒന്നിൽ വെച്ചോളൂ അതിനെ. ഒന്നില്ല. ഓക്കെ. അപ്പൊ ടെൻഷൻ ഡയൽ എത്രയിലാ ഇരിക്കുന്നത്? 4. ഓക്കെ. 4ൽ ഇരിക്കട്ടെ. ആദ്യം ഒരു പ്രാവശ്യം നേരെ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് എടുത്തിട്ട് പിന്നെ റിവേഴ്സ് കൂടി ഇതിന് ട്രൈ ചെയ്ത മാം. ഓക്കെ. ആ. അത് ഞാൻ ട്രൈ ചെയ്തേക്കണം, പിന്നെ മാഡം കാണിക്കും. ഇത് കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് ഓർ സ്ട്രേറ്റ് ആയിട്ടുണ്ട്. ഉം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? റിവേഴ്സിനെ പിടിച്ച് ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ഉം. ഇനി നോക്കുവാണെങ്കിൽ എൻ്റെ നല്ലതായിട്ട് വന്നില്ല. കാരണം മാം ഞാൻ 2 കൈ കൊണ്ട് നല്ലതായിട്ട് പിടിച്ച് വെച്ചിട്ടില്ല. ഓക്കെ. ഓക്കെ. സോ ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കും. തുണി തയ്ക്കുന്ന സമയത്ത് നല്ലതായിട്ട് തുണി പിടിച്ച് വെക്കണം. ആ. ബിക്കോസ് ഓക്കെ. സോ ഇങ്ങനായിട്ട് ആദ്യം സ്ട്രേറ്റ് ആയിട്ട് വരും മാം. ഓക്കെ. ഓക്കെ. ഇനി മാഡം ട്രൈ ചെയ്തേ. തുണി നല്ലതായിട്ട് പിടിച്ച് വെക്കണേ. ഉം. ആ. ആകുന്നുണ്ടോ മാം? ഉണ്ട്. ഓക്കെ. ഓക്കെ. നല്ലതായിട്ട് വന്നിട്ടുണ്ടോ കാണിക്കണേ? കട്ട് ചെയ്യുന്നത്. Can you see ഇവിടെ? Yeah. നന്നായിട്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ച്. ഓക്കെ. അപ്പൊ ബാക്കിൽ കാണിക്കും മാം. പല പ്രാവശ്യം ഫ്രണ്ട് നല്ലതായിട്ട് വരും, പക്ഷെ ആ. ബാക്കിൽ ഓക്കെ. ആ ഇപ്പൊ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അതെ. അപ്പൊ അടുത്ത പാറ്റേൺ. അപ്പൊ റിവേഴ്സും പിന്നെ ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. സോ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സിഗ്സാഗ് പാറ്റേൺ എടുത്തോളൂ. സിഗ്സാഗിനായിട്ട് പറഞ്ഞാലും ഈ പാറ്റേൺ എടുത്തോളൂ.
ആ. ഇപ്പൊ ഞങ്ങൾ ബ്ലാക്ക് പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആ. ഓക്കെ. സോ ബ്ലാക്ക് പാറ്റേണിനകത്ത് അത് ഓക്കെ ലെങ്ത് ആ 0-ലും തന്നെ 1-ൽ തന്നെ ഇരിക്കട്ടെ. ഇനി ഇനി ട്രൈ ചെയ്തോളൂ മാം. സിക്സാക്കി. ഓക്കെ. ആ സിഗ്സാഗ് ഇട്ടിട്ട് ഇനി തയ്ച്ചോ മാം. ഇത് ദോശയാണോ മെറ്റീരിയലാണോ? ഉം. ദോശ. ഇത് തീർന്നു. ഉം. ഇതാണ് അതെ സിക്സാഗും വന്നിട്ടുണ്ട് നേരെ. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്ത് ലെങ്ത്തിനെ നേരെ 4-ലോട്ട് വെച്ചോ മാം. സിഗ്സാഗ് പാറ്റേൺ തന്നെ എടുത്തിട്ട് 4-ലോട്ട് വെച്ചോളൂ. ലെങ്ത് 4-ലോട്ട് വെച്ചോളൂ. ഓക്കെ. ഓക്കെ. ലെങ്ത് 4-ല്. ഓക്കെ വെച്ചു. 4 വെച്ചിട്ടുണ്ട്. ആ ഇനി തയ്ച്ചോളൂ മാം. ആ പാറ്റേൺ അത് തന്നെ ഇരിക്കട്ടെ. ഓ പാറ്റേൺ സിക്സാഗ് അത് തന്നെ. തന്നെ ഇരിക്കും. അതെ. യെസ്. ഓക്കെ ലെങ്തി ആയിട്ടുള്ളതായിട്ട് വന്നിട്ടുള്ളത്. ഇത്ര ലെങ്ത് കാണിക്കാമോ? ഓക്കെ. അപ്പം മാഡമിന് മനസ്സിലാക്കി ഇത്ര ഇതുപോലെ നോക്കുവാണെങ്കിൽ ലെങ്ത് ഇപ്പൊ തുണി തയ്ക്കുന്ന സമയം എന്തെങ്കിലും സ്റ്റിച്ചിങ് എന്തെങ്കിലും ലൂസ് ആയിട്ടും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടും ഇല്ല തോന്നിയിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. സ്മൂത്തിങ് ആയിട്ട്. ഓക്കെ. ഇപ്പൊ അതെ. ബേസിക് ആയിട്ട് മാഡം ഇപ്പൊ 4-ല് തന്നെ യൂസ് ചെയ്തോളൂ. ഓക്കെ. ഇൻ ഫ്യൂച്ചറിൽ മാഡം ഇപ്പൊ ഈ ആഴ്ചയിൽ മന്തിൽ തോന്നുവാണെങ്കിൽ അതുപോലെ തന്നെ മാഡമിന്റെ ഇഷ്ടംപോലെ വെച്ചാൽ മതി. ഓക്കെ. ഓ ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്തേക്കാം. ആ. ഇനി ഈ ലെങ്ത്തിന് നേരെ S1-ലോട്ട് വെച്ച് ചെയ്തത്. സ്വർണ്ണല്ലേ? യെസ് ഇത്. യെസ്. ആ. ഓക്കെ. ഇനി പാറ്റേൺ അത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ. പൊറോട്ട ഉണ്ടായിരുന്നു. നോക്കൂ. ഇന്നൊക്കെ ഇതിനകത്ത് ഓക്കെ. ഓക്കെ. ബാക്കിലോട്ട് കാണിച്ചേ മാം. ഇതിന്റെ ബാക്ക്. ഓക്കെ. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ലെങ്ത്തിന് നേരെ ഈ സ്ട്രെയിറ്റ് പാറ്റേൺ അത് വെച്ചോളൂ മാം. സ്ട്രെയിറ്റ് പാറ്റേൺ ആൾക്കാർ. അതെ. ലെങ്ത് അത് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ നേരെ ഇത് സ്ട്രെയിറ്റ് പാറ്റേൺ എടുത്തോളൂ. ബ്ലൂ പാറ്റേൺ. എങ്ങനെ ട്രൈ ചെയ്തോളൂ മാം.
ഉം. 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 ഓക്കെ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ. Yes. സോ ഇനി ലാസ്റ്റ് പാറ്റേൺ ആണ് വരുന്നത്. ആ. ഇതിനകത്ത് സ്കെലറ്റൻ പാറ്റേൺ ആണ് വരുന്നത്. ഇതിനാ ആ. വരുന്നത് സ്കെലറ്റൻ പാറ്റേൺ. ആ. ഇനി ഇത് നേരെ ബ്ലാക്കിലോട്ട് വെച്ചോളൂ. ലെങ്ത് ബ്ലാക്കിലോട്ട് വെച്ചിട്ട് ആദ്യം 0.5 വെക്കാം മാം. ഈ ഇപ്പൊ ഈ ബ്ലൂ ഇല്ലേ, ഈ ബ്ലൂ ഉള്ള ആ. സംഭവം അത് വെച്ചോട്ട് ആ സ്കെലറ്റൻ പാറ്റേൺ യൂസ് ചെയ്തോളൂ. ബ്ലൂവിന്റെ സെൻട്രലായിട്ട് വെക്കണോ? അതെ. ഓക്കെ. ഉം. മൊയ്തീൻ കയറി ചേർന്നു. Yes. ആയിട്ടുണ്ട് ഇത്. ഓക്കെ. ഓക്കെ. ഇനി ലെങ്ത് നേരെ 3 വെച്ചോളൂ മാം. Yes. ഓക്കെ. അപ്പൊ ലെങ്ത് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. ഉം. ഓക്കെ. ഇപ്പം ഇത് ബേസിക് ആയിട്ട് ഉം. സ്ട്രേറ്റ് വേറെ, ബ്ലൂവും പിന്നെ ബ്ലാക്ക് എന്ന് മനസ്സിലായി കാണും. ആ. സ്കെലറ്റനകത്ത് മാത്രം ബ്ലൂ ഇല്ല. ഓക്കെ മാം. ബ്ലാക്ക് ആണ്. ഓക്കെ. സോ ബാക്കി നെക്സ്റ്റ് ഈ 3 പാറ്റേൺ ഇല്ലേ, ആ. ഇന്ന് പഠിക്കാൻ പോകുന്നില്ല. ഇത് രണ്ടാമത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബിക്കോസ് ഇത് ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് വരുന്നത്. ആ. ആ. സോ ഇപ്പൊ ഈ ആദ്യം ഈ ടെൻഷൻ ടൈലറും പിന്നെ ലെങ്ത് അതിനെ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തത് മനസ്സിലാക്കിയുള്ളൂ. ആ. പിന്നെ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ 3 പാറ്റേൺ ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് ബട്ടൺസിന്റെ ഹോൾ, ബട്ടണിന്റെ സൈസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ 3 പാറ്റേൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ 3. ഓക്കെ. ഓക്കെ. സോ അതുപോലെ തന്നെ മാഡം ഈ ഇത് കിട്ടിയിട്ടുണ്ടോ? ഉം. ആ, ഉണ്ട്. ഓക്കെ. സോ ഇതിനെ എന്താ പറയുന്നത്? ഇതിനെ പറയുന്നത് പിക്കോ ഫുട്ട്. പിക്കോ ഫുട്ട് മാഡമിന് അറിയാമോ എന്താ പറയുന്നത്? ഇല്ല. ഓക്കെ. പിക്കോ ഫുട്ട് മലയാളത്തിൽ വേറെ സംഭവമായിരിക്കും. ആ, പിക്കോ ഇറ്റ്സ് ഓക്കെ. ഫുട്ട് പിക്കോ ഫുട്ട് വേറെ. ഇപ്പം മാഡം സാരി തയ്ക്കുക. അതിനകത്ത് താഴേന്ന് മടക്കി വെച്ച് അത് പിക്കോ ഫുട്ട് ചെയ്യുക. അത് മടക്കി മടക്കി വെച്ച് വെച്ചിട്ട് ചെയ്യുന്നത്. തയ്ക്കത്തില്ലേ? ആ. ആ. ഓക്കെ. ഓക്കെ. ലോക്ക് പോലെ സംഭവം. ആ. സോ അത് ഇതുകൊണ്ടാ ചെയ്യുന്നത് മാം. ഓക്കെ. ഓക്കെ. സോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരണോ അത് മാഡമിന് അത് ചെയ്യാൻ പറ്റുമോ? അടുത്ത ക്ലാസ്സിന് ചോദിച്ചാൽ മതിയാവുമല്ലോ. ഓക്കെ. 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 സോ ഇതിനെ ഓക്കെ. ഇപ്പൊ മാറ്റി ഞാൻ ഓക്കെ ഇതുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഉം. ഇതിനകത്ത് ഇത് പിക്കോ എങ്ങനെ മാറ്റുന്നത് ഞാൻ പറഞ്ഞു തരാം മാം. ഓക്കെ. ഓക്കെ. ഇത് ബേസിക് ആണ്. ആ. ഇവിടെ ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് മേലോട്ട് വെച്ചാൽ മതി. ഇത് ഊരിപ്പോവും. ആ. ഊരിപ്പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഫുട്ട് ഇങ്ങനെ മേലോട്ട് ഇരിക്കണം. ഈ പോർഷൻ മേലോട്ട് ഇരിക്കണം. മേലോട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ആ റോഡ് സംഭവം മെറ്റൽ പോലെ സംഭവം ഇങ്ങനെ താഴോട്ട് വരണം. കൈകൊണ്ട് സെറ്റ് ചെയ്താൽ മതി. ഉം. ഇങ്ങനെ ആയിട്ട് വരും.
ഓക്കെ. സോ ഇങ്ങനെ ഇത് പിക്ക് ചെയ്ത് ഫോട്ടോ ചെയ്ത് ഏതൊരു മാഡമിന് ഇഷ്ടംപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ് പഠിക്കാൻ പോകുന്ന ഇതും ഇതിന് ആ ബട്ടണിനകത്ത് തയ്ക്കുന്നു മാം. ഈ 2 പാർട്സ് മാഡമിന്റെ പാക്കറ്റിലുണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ബട്ടൺസിന്റെ സൈസാ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഓക്കെ മാം. സോ അതുപോലെ തന്നെ മാഡമിന് ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും മാം. ഉണ്ട്. ഓക്കെ. സോ ഇതുകൊണ്ട് ത്രെഡ് ഇതിന്റെ അകത്ത് നിന്ന് ഇവിടെ സ്റ്റക്കായിട്ട് ചുരുണ്ടി കിടക്കുവാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം എടുത്താൽ മതി മാം. ഓക്കെ. സോ ഓക്കെ. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ ബട്ടൺസിന്റെ സൈസിന്റെ അത് ഉണ്ടാക്കുന്നത് മാം. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ് ഇതുകൊണ്ടെല്ലാം എടുത്ത് വെച്ചോളൂ. ഒരു സിപ്പ് കൂടെ എടുത്ത് വെച്ചോളണം മാം. ഓക്കെ. ഓ. സിപ്പ്. ഓക്കെ. ഓക്കെ. അത് കൂടെ പഠിച്ചിട്ട് പിന്നെ മാഡമിന്റെ ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഈ ആഴ്ചയിൽ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ ഓക്കെ. അതുപോലെ തന്നെ 2ാമത്തെ സെക്ഷൻ മാഡമിന് ഏത് സമയത്താണ് വേണ്ടതെന്ന് മാഡം പറഞ്ഞാൽ മതി. ടോൾ ഫ്രീയിൽ വിളിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ 2ാമത്തെ സെക്ഷനിലായിട്ട് തുടങ്ങാം. ഓക്കെ. ഓക്കെ. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മാം. ഇല്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിനായിട്ട് ചോദിക്കാം. അത് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ടെൻഷൻ ഡയലും ലെങ്ത്തും മാഡമിന് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ എല്ലാം മാഡമിന് ഓക്കെ. അത് ചെയ്യാൻ ക്ലിയർ പറ്റും. ആണ്. ഓക്കെ. സോ ഐ ഹോപ്പ് മാഡമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയിരിക്കും. സോ ആ. നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ കാണാം മാം. ഓക്കെ. സോ ഐ ഹോപ്പ്. ഓക്കെ. താങ്ക് യു. ശരി മാം. ഇങ്ങനെ സമയം കൊടുക്കാൻ നന്ദി. ശുഭ നന്ദി മാം. ഓക്കെ. താങ്ക് യു. ശരി. ബൈ. ബൈ.